ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 11. രചന ഫൗസിയ നൗഷാദ്. ദർശി വീട്ടിലെത്തിയതും ആരുടെയോ കാറ് കിടക്കുന്നത് കണ്ട മാത്രയിൽ അവന് മനസ്സിലായി, ശിവദാസ മേനോൻ അങ്കിളിന്റെ കാറാണ്. അങ്കിൾ ഇവിടേക്ക് വരണമെങ്കിൽ പതിവ് കാര്യം തന്നെ. ശ്വേതയുടെയും തൻ്റെയും വിവാഹകാര്യം. ഓരോ തവണയും ഈ ആവശ്യം പറഞ്ഞ് വീട്ടിലേക്ക് വരും. ശ്വേതയെ വീട്ടുകാർക്കൊക്കെ വലിയ കാര്യമാണ്. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായതിനാൽ അവർ തന്നെ ബന്ധം പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷെ ഇന്നേ വരെ ശ്വേതയെ സ്വീകരിക്കാൻ മനസ്സൊരുക്കമായിരുന്നില്ല. എന്തോ അവളോട് അങ്ങനെ ഒരു വികാരവും തോന്നുന്നില്ല. ഇഷ്ടമാണ്, പക്ഷെ അതൊരിക്കലും പ്രണയമല്ല. ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ പാകത്തിലുള്ള ഇഷ്ടവുമല്ല. ഓരോ തവണയും ഓരോന്ന് പറഞ്ഞ് എൻഗേജ്മെന്റ് മുടക്കി. ഇനി എന്തു പറയും? ദർശി സംശയത്തോടെ അകത്തേക്ക് കയറി. ഹാളിൽ അച്ഛനും അമ്മയും അങ്കിളും ഉണ്ട്. എല്ലാവരും ദർശിനെ കണ്ടു പുഞ്ചിരിച്ചു. ആഹാ, വന്നല്ലോ, കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ, അച്ഛൻ മഹാദേവൻ പറഞ്ഞു. നീ വാ മോനെ, ഇവിടെ ഇരിക്ക്, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ദർശ് അവരുടെ അഭിമുഖമായിരുന്നു. അങ്കിൾ എപ്പോ എത്തി? ശിവദാസ മേനോനെ നോക്കി അവൻ ചോദിച്ചു. കുറച്ചു നേരമായി മോനെ. അച്ഛൻ എന്താ പറയാനുള്ളത്? അവൻ ആകാംക്ഷയുടെ അച്ഛനെ നോക്കി. മറ്റൊന്നും അല്ലടാ, നിന്റെയും ശ്വേതമോളുടെയും കല്യാണക്കാരൻ തന്നെ. ഇനി നിങ്ങളെ രണ്ടാളെയും ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. വേഗം തന്നെ പൂട്ടാൻ തീരുമാനിച്ചു. മഹാദേവ് തെല്ല് ചിരിയോടെ പറഞ്ഞതും അമ്മയുടെയും ശിവദാസന്റെയും ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. ഈ വരുന്ന 27-ാം തീയതി നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ജോത്സ്യം കുറിച്ച് തന്നതാ. അച്ഛൻ പറഞ്ഞ കേട്ട് ദർശനെത്തി. ആ ഭാവമാറ്റം മറിച്ചവൻ ചോദിച്ചു. എന്തിനാ അച്ഛ ഇത്ര ധൃതി? സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞു പോരെ? ഇത്ര പെട്ടെന്നൊന്നുമല്ല, ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. മോക്ക് സമ്മതമാണ്. ഇനി എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത്? നീ ഇനി തടസ്സം പറയണ്ട. അച്ഛ അത് ഒന്നും പറയണ്ട. നീ ഇപ്പോൾ വരുന്ന 27-ാം തീയതി നിങ്ങളുടെ മോതിരം മാറ്റാം. എന്താ, സമ്മതല്ലേ? ദർശി തലയാട്ടി. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അച്ഛാ. അത് പറഞ്ഞവൻ അകത്തേക്ക് പോയി. കണ്ടില്ലേ, അവന്റെ കുട്ടികളെ ഇതുവരെ മാറിയിട്ടില്ല, പക്വത ആയിട്ടില്ലെന്നേ. അതാ അവനും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്, മഹാദേവ് പറഞ്ഞു. സാരമില്ലടോ, അവന്റെ പ്രായത്തിൻ്റെയാ. കല്യാണം നമുക്ക് കുറച്ചു കഴിഞ്ഞ് നടത്തിയാൽ മതി. ഇപ്പോൾ എൻഗേജ്മെന്റ് നടത്തി വെക്കാം. അവർക്ക് രണ്ടാൾക്കും അതൊരു സ്വാതന്ത്ര്യമാവും. അങ്ങനെ ആവട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങുവാടോ, ഉടൻ വരാം. അയാൾ യാത്ര പറഞ്ഞിറങ്ങി. ദർശി തന്റെ മുറിയിലെത്തി. അവനെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ശിവദാസ മേനോൻ അങ്കിളിന്റെ ഒരേ ഒരു മകൾ ശ്വേത ശിവദാസൻ, ശ്വേത ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏക അവകാശി. ദർശ് തന്റെ മുറിയിലെത്തി. അവനെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ശിവദാസ മേനോൻ അങ്കിളിന്റെ ഒരേ ഒരു മകൾ ശ്വേത ശിവദാസൻ, ശ്വേത ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏക അവകാശി. അവളുടെ സാമർത്ഥ്യത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അഹങ്കാരവും അവൾക്കുണ്ട്. മോഡേൺ പെൺകുട്ടി. വീട്ടുകാർ അധികം സ്നേഹം കൊടുത്ത് കൊഞ്ചിച്ചു വളർത്തി. ആഗ്രഹിക്കുന്നതെന്തും പിടിച്ചു വാങ്ങുന്ന സ്വഭാവം. അതിനായി എന്തും ചെയ്യാൻ മടിക്കാത്തവൾ. അവളുടെ ഈ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. ഇനി അറിഞ്ഞുകൊണ്ടാണാവോ ഇങ്ങനെ ഒരു കുരുക്ക്? ശിവദാസൻ അങ്കിളിനെ കൊണ്ട് അവളാണ് ഈ പ്രപ്പോസൽ ആദ്യം വെക്കുന്നതും. കേട്ടപാടെ എല്ലാവർക്കും സമ്മതം. അവൾ ഈ വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഞങ്ങളുടെ ബിസിനസ് സാമ്രാജ്യമാണ്. 2 കോടി ഇന്റഗ്രേറ്റ് ചെയ്താൽ ബിസിനസ്സിൽ ഉന്നതിയിലെത്താൻ അവൾക്ക് അറിയാം. പലതവണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അച്ഛനും അമ്മയും ഓരോ നിർബന്ധത്തിൽ നിൽക്കുന്നു. എന്തു ചെയ്യും? അച്ഛനെ ധിക്കരിക്കാനും വയ്യ. അവന്റെ മനസ്സിൽ ദ്രൗപദിയുടെ മുഖം തെളിഞ്ഞു വന്നു. അവളെക്കുറിച്ച് ഓർക്കുന്നത് മനസ്സിന് ആശ്വാസവും സന്തോഷവുമാണെന്ന് അവൻ മനസ്സിലാക്കി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വന്ന് അവന്റെ കണ്ണു പൊത്തി. ആ ഗന്ധം നാസികയിലേക്ക് ഒഴുകിയതും കൈകളുടെ ഉടമയെ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ദച്ചുമോൾ. കയ്യിൽ പിടിച്ച് അവൻ അവളെ മുന്നിലേക്ക് വലിച്ചു. ചുണ്ടു കുറിപ്പിച്ച് കുസൃതിയോടെ അവൾ അവനെ നോക്കി. എടി കാന്താരി, നിനക്കെന്താടി ഇവിടെ കാര്യം? കൃത്രിമ കോപത്തോടെ അവൻ ചോദിച്ചു. അത് നല്ല ചോദ്യം. പിന്നെ എന്റെ ഏട്ടായി എനിക്ക് കാണണ്ടേ? ഈ തിരുമോന്ത വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടുന്നത് തന്നെ, അവൾ പറഞ്ഞു. അയ്യടി, കണ്ടിട്ട് എന്തിനാണാവോ? പുതിയ വല്ല ആവശ്യമുണ്ടോ തമ്പുരാട്ടിക്ക്? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. പിന്നെ ഏടൻ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരേത്തത്? കാണാൻ കൊതിയാവും. ഇനി വരാതെ അവിടെ കയറി അടയിരിക്കാനാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് താമസിക്കും, പറഞ്ഞേക്കാം. അവൾ അത് പറഞ്ഞതും അവന്റെ ഉള്ളിൽ തീയാളി. അത് മറച്ചവൻ ചിരിച്ചു. അതൊന്നും വേണ്ട ഏട്ടൻ, ഇനി മുതൽ ഇവിടെ താമസിക്കാം. അത് പോരെ മോക്ക്? മതി, അത് മതി. അല്ലടി, നിന്റെ ക്ലാസ് എങ്ങനെ പോന്നു? കുഴപ്പമില്ല ഏട്ടാ. ദച്ചു. അമ്മയുടെ വിളി ഉയർന്നതും അവൾ ദർശിനെ നോക്കി കണ്ണടച്ചിട്ട് അങ്ങോട്ടേക്കോടി. ദ്രൗപദിക്ക് കിടന്നിട്ടും ഉറക്കം വന്നില്ല. വല്ലാത്തൊരു ഏകാന്തത, ഒരു നിശബ്ദതയാണ് ചുറ്റും. ദർശിന്റെ അസാന്നിധ്യം ശരിക്കും അവളെ സ്പർശിച്ചിരിക്കുന്നു. അവന്റെ ശബ്ദം കേൾക്കാതെ, അവനെ കാണാതെ ഇരിക്കുന്നത് എന്തോ രസസ്ഥത. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അറിയില്ല. ചിലപ്പോൾ തനിക്ക് ഇടവും ജോലിയും ആഹാരവും നൽകുന്ന മനുഷ്യനോടുള്ള സ്നേഹമാവും. അതെ, അത് മതി. അതിലപ്പുറം ഒന്നും പാടില്ല. ഒന്ന് പ്രണയിച്ചതിന്റെ വേദന ഇന്നും തീർന്നിട്ടില്ല. ഇനി ഒന്നുകൂടി. ഈശ്വര, ചിന്തിക്കാൻ കൂടെ വയ്യ. ഓരോന്നോർത്ത് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി.
ആശി കമ്പനിയിൽ പോവാൻ ഒരുങ്ങി. ദ്രൗപദി കുളിക്കാൻ കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇവൾ ഇത്ര നേരം എന്തെടുക്കുകയാണ്? എടി ശിവ, ഒന്ന് വേഗം ആവട്ടെ, ഇനി വൈകിയാ ദർശി നമ്മളെ രണ്ടാളെ ഓഫീസിലേക്ക് കയറ്റില്ല. ആശിയുടെ വിളി കേട്ടതും ദ്രൗപദി വേഗം ഇറങ്ങി. പിന്നെ അധികം ഒരുങ്ങാൻ നിൽക്കാതെ മുടിയൊന്ന് മെടഞ്ഞിട്ട് വേഗം ഇറങ്ങി. അവർ രണ്ടാളും കമ്പനിയിലേക്ക് തിരിച്ചു. ദർശി എത്തിയിട്ടുണ്ടെന്ന് അവൻ ഊഹിച്ചു. ദ്രൗപദിയുടെ നേരെ ഒന്ന് നോക്കി. ദർശി വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണാവോ കേൾക്കാൻ പോകുന്നത്? ആശിയും ദ്രൗപദിയും ദർശിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. മേ കമിൻ സർ? ഡോറിൽ തട്ടി അവൾ വിളിച്ചു. യെസ് കമിൻ. രണ്ടാളും അകത്തേക്ക് കയറി. ദർശി രണ്ടുപേരെയും ഒന്ന് രൂക്ഷമായി നോക്കി. ആശി ഒന്ന് ഇളിച്ചു കാണിച്ചു. എവിടെ ആയിരുന്നു രണ്ടാളും? അതേടാ, പിന്നെ ഇവള്? ദ്രൗപദിയെ ചൂണ്ടി അവൻ പറഞ്ഞു. എന്താടാ? അല്ല, ഇവള് കുളിക്കാൻ കയറി. അതിന്? ഒന്നും മനസ്സിലാവാത്ത പോലെ ദർശി അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. ദ്രൗപദി പൊട്ടി വന്ന ചിരി അടക്കി നിർത്തി. അല്ല, ഈ തമ്പുരാട്ടി കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങിയത് 2 മണിക്കൂർ കഴിഞ്ഞാണ്, ആശി പറഞ്ഞു. കൊള്ളാം, പറയാൻ പറ്റിയ കാരണം. രണ്ടിനെ ഒരുമിച്ചാക്കിയിട്ട് പോരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പൊക്കോ. ദർശി പറഞ്ഞതും ആശിയും ദ്രൗപദിയും ചിരിയോടെ അവിടെ നിന്നിറങ്ങി. ദർശിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആശിയോടൊപ്പം അവളെ ആക്കിയത് അബദ്ധമായെന്ന് അവന് തോന്നി. അവൾ തന്നേക്കാൾ മറ്റൊരാളോട് അടുക്കുമ്പോൾ എന്തോ മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. തനിയെ ഉണ്ടാവുന്ന ഒരു മാറ്റം. എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ്. ദർശനയും കൂട്ടുകാരികളും കോളേജ് ക്യാമ്പസിൽ ഇരിക്കുമ്പോഴാണ് രാഗേഷും ഗ്യാങ്ങും അവിടേക്ക് വരുന്നത്. അവൻ അവളെ രൂക്ഷമായെന്ന് നോക്കി. എടി, നിനക്കുള്ളത് വരുന്നുണ്ട്. നീ എന്നെ ചെരുപ്പൂരി അടിക്കാൻ മാത്രം ആയല്ലേ? നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അവനത് പറയുമ്പോൾ ക്ലാസ്സിലെ ശ്രീലക്ഷ്മി അവളുടെ അടുത്തേക്ക് വന്നു. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എടി, നിന്നെ പ്രിൻസി വിളിക്കുന്നുണ്ട്. അവളത് പറഞ്ഞതും രാഗേഷ് ഒരു വഷളം ചിരിച്ചിരിച്ചു. ദേ എത്തിക്കഴിഞ്ഞു, വേഗം ഓഫീസിലേക്ക് ചെല്ല്. പിന്നെ നിനക്കൊരു ഇളവ് തരാം. അന്ന് ഞാൻ പറഞ്ഞ പ്രപ്പോസൽ ഇപ്പൊ ചെയ്താ പ്രിൻസ് നിന്നെ വിളിക്കില്ല. അവൻ പറഞ്ഞതും അവൾക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് പോടാ. അവൾ പുച്ഛത്തോടെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് നടന്നു. പുറകെ അവനും ഉണ്ടായിരുന്നു. മേ ഐ കമിൻ സർ? യെസ് കമിൻ. അവൾ അകത്തേക്ക് കയറുമ്പോൾ പ്രിൻസിപ്പൽ ഗൗരവത്തിലായിരുന്നു. സിറ്റ്. നോ സാർ, ഞാനിവിടെ നിന്നോളാം. ഓഫീസിൽ രാഗേഷും അവന്റെ കുറെ കൂട്ടുകാരും അവളും ഉണ്ടായിരുന്നു. ദർശന, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? പ്രിൻസി ചോദിച്ചു. എന്താ സാർ? താൻ രാഗേഷിനെ ചെരുപ്പൂരി അടിച്ചോ? അവൾക്ക് കാര്യം മനസ്സിലായി. അവൻ കംപ്ലൈന്റ് നൽകിയിരിക്കുന്നു. അതെ സാർ, ഞാൻ അടിച്ചു, അവൾ കൂസൽ അന്യേനെ പറഞ്ഞു. എന്തിന്? ആരാ തനിക്കതിന് പെർമിഷൻ തന്നത്? അതും ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ അപമാനിക്കാൻ? അതോ അത്രയും സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ച്? പ്രിൻസി ചോദിച്ചു. സാർ, ഞാൻ അടിച്ചെന്നുള്ളത് ശരിയാ, പക്ഷെ അത് എന്തിനാണെന്ന് സാർ അറിഞ്ഞില്ലേ? യെസ് ഐ നോ, ജസ്റ്റ് ഒന്ന് തന്നെ തൊട്ടതിന്. പ്രിൻസ് നിസ്സാരമായി പറയുന്ന കേട്ട് അവൾ അമ്പരന്നു. സർ, സാറിന് എന്താ ഇത് നിസ്സാരമാണോ? ഒരു പെണ്ണിന്റെ മേൽ കൈവയ്ക്കാൻ ഇവൻ ആരാ അധികാരം കൊടുത്തത്? താൻ ഇനി ഒന്നും പറയണ്ട. ഇപ്പോൾ ഇവിടെ വെച്ച് ഇവനോട് താൻ സോറി പറയണം. സാർ, അത്... അവൾ രാഗേഷിനെ നോക്കി. അവനും കൂട്ടാളികളും കളിയാക്കി ചിരിക്കുന്നു. അവൾക്ക് സ്വയം താഴ്ന്നു പോകുന്നതായി തോന്നി. പറയുന്നുണ്ടോ? പ്രിൻസിയുടെ സ്വരം ഉയർന്നു. നോ സാർ, പറയില്ല. നീ എന്തൊക്കെ സംഭവിച്ചാലും പറയില്ല. ഇവൻ എൻ്റെ മേൽ കൈവച്ചത് എൻ്റെ അനുവാദം ഇല്ലാതെയാണ്. അത് ഒന്നാമത്തെ തെറ്റ്. അതിനു പകരം ഞാൻ അവനെ ചെരുപ്പൂരി അടിച്ചു. അപ്പോൾ അത് തുല്യമായി. ഇനി ഇവനെന്നല്ല, ആരായാലും എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ അടിക്കും. ദർശന ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. താൻ എല്ലാം ആലോചിച്ചിട്ടാണോ? രാഗേഷ് ഇവിടുത്തെ MP മകനാണ്. കോളേജിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കത് മാനിച്ചേ പറ്റൂ. ഇപ്പോൾ സോറി പറഞ്ഞ പ്രശ്നം ഇവിടെ തീരും. അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രിൻസി പറഞ്ഞു. ഞാൻ അതിന് തയ്യാറാണ് സർ. പ്രിൻസിപ്പാൾ അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം മേശയിൽ നിന്നൊരു പേപ്പർ എടുത്ത് എന്തോ എഴുതി സീൽ ചെയ്തു അവൾക്ക് നേരെ നീട്ടി. എന്താ സർ? അവളത് വാങ്ങി. യു ആർ സസ്പെൻഡഡ്. രാഗേഷിനോട് ക്ഷമ ചോദിക്കാൻ എന്ന് തയ്യാറാവുന്നോ അന്ന് വന്നാൽ മതി ഈ കോളേജിലേക്ക്. അത് കേട്ട് അവൾ ഞെട്ടി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. അവന്മാര് കൂവി വിളിക്കുന്നു. ഗെറ്റ് ഔട്ട്. അവൾ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും രാഗേഷ് പുറകെ വന്ന് വിരൽ ഞൊടിച്ചു. എനിക്ക് നേരെ വിരലുയർത്തിയ ഒരുത്തിയും ഇവിടെ പഠിക്കാൻ പോകുന്നില്ല. അവൻ പറഞ്ഞതും തീപാറും മിഴികളോടെ അവൾ അവനെ നോക്കി. ഞാൻ ഇവിടെ പഠിക്കും, ഇവിടെ തന്നെ പഠിക്കും, നീ കണ്ടോടാ. അവന് നേരെ അത് പറഞ്ഞ് വിരൽ ഞൊടിച്ച് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്നിറങ്ങി. ഇന്നും ദർശി കാണില്ലേ? ദർശിനോടായി ദ്രൗപദി ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ കുറച്ച് സീനുണ്ട്, മാറി നിന്നാൽ ശരിയാവില്ല. എന്തു പറ്റി? അത് എൻ്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. അവനത് പറഞ്ഞതും അവൾ അറിയാതെ അവളുടെ ഉള്ളിൽ ഒരു ഞെട്ടലും വേദനയും ഉണ്ടായി. അവൾ അല്പനേരം മിണ്ടിയില്ല. അവളുടെ മിഴികളിൽ തളം കിട്ടിയ നൊമ്പരം അവൻ ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവൻ അമ്പരന്നു. കണ്ണുകൾ അവളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് അവന് തോന്നി. മുൻജന്മ ബന്ധം പോലെ പൂച്ച കണ്ണുകൾ. അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ രംഗങ്ങൾ മിന്നിമാഞ്ഞു. അവൻ ആകെ തലപെരുക്കും പോലെ തോന്നി. ഈ കണ്ണുകൾ എന്താ ഇതുവരെ ഞാൻ ശ്രദ്ധിക്കാനത്? ഈ പൂച്ച കണ്ണുകൾ ഞാൻ ഇതിനു മുന്നേ എവിടെയോ? ഓർമ്മ കിട്ടുന്നില്ല. ഡി, നിനക്ക് പൂച്ചക്കണ്ണാണോ? അവന്റെ ചോദ്യം കേട്ട് അവളവനെ അമ്പരപ്പോടെ നോക്കി. അതെ, ഇപ്പോഴാണോ കാണുന്നേ? ഞാൻ ഇതിനു മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല. അത് കൊള്ളാം. അവൾക്ക് ചിരി വന്നു. ഇതിനു മുന്നേ എവിടെയോ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്.
അവൻ ഭ്രാന്തനെ പോലെ അത് പറയുമ്പോൾ അവൾക്കും അത് അനുഭവപ്പെട്ടു. അതെ, എനിക്കും തോന്നി. നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ എപ്പോഴോ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കും അറിയില്ല, എന്തോ ബന്ധമുള്ളതുപോലെ. വെറും തോന്നലാണെന്ന് ഞാൻ കരുതി. ദ്രൗപദി പറഞ്ഞു. അറിയില്ല, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആശിയേട്ടൻ വരില്ലേ? ഓ, അപ്പോൾ അവനെ കാണാനാണല്ലേ നിന്റെ ആഗ്രഹം? അങ്ങനെയല്ല, ഒരു കൂട്ടിന്. മനസ്സിലായി മോളെ, അവൻ വരും. ഒന്നുകൂടി എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ബൈ. അത് പറഞ്ഞ് അവൻ ഇറങ്ങി. ദ്രൗപദി ഓർമ്മകളിലേക്കൊന്ന് ഊളയിട്ടു. അതുവരെ തൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ടായിരുന്നു, പുറമെ വെളിപ്പെടുത്താത്ത ഒരു സംശയം. പക്ഷെ അതിന് ഒരിക്കൽ കൂടി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ദർശിന്റെ കണ്ണുകൾ ഞാൻ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ ശബ്ദം എനിക്കേറെ പരിചയമുള്ളതുപോലെ. എനിക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന്, എനിക്ക് നഷ്ടപ്പെട്ട ഒന്ന് അതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ടവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഒക്കെ ഒരു തോന്നലാവും. അവൾ തലയിൽ തട്ടി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.